welcome back to Egan Learning. This is SJ from Egan. So, നമ്മുടെ കെമിസ്ട്രി ഓണം എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് മക്കൾക്ക് ഡിഫിക്കൽട്ട് ആണ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ആദേശ രാസപ്രവർത്തനങ്ങൾ നമുക്ക് സെറ്റാക്കി പഠിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ കാണാം. എന്താ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്? അതായത് ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ബോയിലിംഗ് ട്യൂബിലേക്ക് കുറച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു നൂല് ഉപയോഗിച്ച്, ഒരു ത്രെഡ് ഉപയോഗിച്ച് അയേൺ നെയിൽ, ഇരുമ്പാണി കെട്ടിയിട്ട് ഇതിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുക്കി വെച്ചതിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? യെസ്, എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളറായിരുന്നു ആദ്യം, അത് മാറിയിട്ട് ഗ്രീൻ കളറായിട്ട് മാറുന്നുണ്ട്. ആൻഡ് നമ്മുടെ അയേൺ നെയിലിൻ്റെ മേലെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടല്ലേ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? യെസ്, നമുക്ക് നോക്കാം. ഇതല്ലേ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്? ആദ്യം ബ്ലൂ കളറായിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഒരു അയേൺ നെയിൽ ഡിപ്പ് ചെയ്ത് വെച്ചു. അത് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ എന്തായിട്ട് മാറിയിട്ടുണ്ട്? കോപ്പർ സൾഫേറ്റിൻ്റെ കളർ ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അതേപോലെ ഇവിടെ വേറെ എന്ത് മാറ്റം സംഭവിച്ചിട്ടുള്ളത്? അയേൺ നെയിലിന് ഒരു ബ്രൗൺ കോട്ടിംഗ് വന്നിട്ടുണ്ട്. ബ്രൗൺ കോട്ടിംഗ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആരെയായിരുന്നു എടുത്തത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലേ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. അതിൽ ആരെയാണ് ഡിപ്പ് ചെയ്ത് വെച്ചത്? അയേണിനായിരുന്നു ഡിപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള കോപ്പറിൻ്റെയും അയേണിൻ്റെ റിയാക്ടിവിറ്റി എങ്ങനെയായിരിക്കും? ക്രിയാശീലം എങ്ങനെയായിരിക്കും? നമ്മൾ റിയാക്ടിവിറ്റി സീരീസ്, ക്രിയാശീല ശ്രേണി പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം കോപ്പറിനേക്കാളും കൂടുതൽ റിയാക്റ്റീവ് ആണ് അയേൺ എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആരാണ് കൂടുതൽ റിയാക്റ്റീവ്? അയേൺ ആണ് റിയാക്റ്റീവ്. അപ്പോൾ ഈ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള അയേൺ എന്ത് ചെയ്യുന്നു? ഈ കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പറിനെ തള്ളി മാറ്റി അവിടെ കയറിയിരിക്കും. കോപ്പർ സൾഫേറ്റിലെ റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ, ക്രിയാശീലം കുറഞ്ഞ കോപ്പറിനെ അടിച്ച് പുറത്താക്കിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ അയേൺ അവിടെ കയറിയിരിക്കും. അപ്പോൾ എന്ത് ഫോം ചെയ്യും? FeSO4. അപ്പോൾ ആര് പുറത്തായിട്ടുണ്ടായിരുന്നു? നമ്മുടെ കോപ്പർ പുറത്തായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കളർ ബോൾസ് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? നമുക്കൊന്നുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം എന്തായിരുന്നു എടുത്തത്? യെസ്, അയേൺ നെയിലിനെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. അയേൺ നെയിലിന് നോക്കുന്ന സമയത്ത് അയേണിന് എന്ത് കൂടുതലാണ്? റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ റിയാക്ടിവിറ്റി കൂടിയ അയേൺ എന്ത് ചെയ്യുന്നു? അയേൺ Fe2++2 ഇലക്ട്രോൺ ആയിട്ട് മാറും. അയേൺ എന്ത് ചെയ്യും? Fe2+ഉം 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. അതായത് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് കൊടുക്കും. ഈ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് കൊടുക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയാം. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമതായിട്ട് ആരായിരുന്നു നമ്മുടെ ഇവിടെ മെറ്റൽ? യെസ്, കോപ്പർ ആണ്. കോപ്പർ മെറ്റൽ. ഈ കോപ്പർ മെറ്റൽ എന്ത് ചെയ്യുന്നു? ഈ സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ് എന്ത് ചെയ്യും? ഈ അയേൺ പുറത്തേക്ക് കൊടുത്ത ഈ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തിട്ട് Cu ആയിട്ട് മാറും. ഇതാണ് റിഡക്ഷൻ പ്രോസസ്. ഓക്കെ, ഇതാണ് റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, നിരോക്സീകരണം. അപ്പോൾ ഇവിടെ എന്ത് നടന്നു? ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു. ഇനി നമുക്ക് ഇതിന് രണ്ടിനെ ഒന്ന് സമ്മ് ചെയ്ത് നോക്കാം. അതായത് ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഒന്ന് സമ്മ് ചെയ്ത് നോക്കിയേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിന് രണ്ടിനെയും കൂടെ സമ്മ് ചെയ്യാം? അതായത് നമ്മൾ ആദ്യം ഒന്നാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും രണ്ടാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും കൂടെ ആഡ് ചെയ്യാം. അതായത് Fe + Cu2++2 ഇലക്ട്രോൺ gives ആൻഡ് ഒന്നാമത്തെ രണ്ടാമത്തെ റൈറ്റ് സൈഡ് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുക. Fe2++2 ഇലക്ട്രോൺ Cu. അപ്പോൾ നമ്മൾ ഇതിൽ കോമൺ ആയിട്ടുള്ള 2 ഇലക്ട്രോണിനെ, രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടുള്ള 2 ഇലക്ട്രോണിനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. സോ Fe + Cu2+ gives Fe2++ Cu. ഇതാണ് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഓക്സിഡേഷനും ഉണ്ട്, റിഡക്ഷനും ഉണ്ട്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് മനസ്സിലായോ?
അതായത് റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള റിയാക്ടിവിറ്റി കൂടിയ അയേൺ എന്ത് ചെയ്തു? റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിൻ്റെ സോൾട്ട് സൊല്യൂഷൻ അല്ലെ കോപ്പർ സൾഫേറ്റ്, കോപ്പറിൻ്റെ ലവണ ലായനിയിൽ നിന്നും എന്ത് ചെയ്തു? കോപ്പറിനെ തള്ളി മാറ്റി. റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ക്രിയാശീലം കൂടിയ ലോഹം എന്ത് ചെയ്തു? ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്തു. ഇതാണ് ആദേശരാസ പ്രവർത്തനം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, അതായത് ഇവിടെയുള്ള കോപ്പർ, ഇവിടെ ഉണ്ടായിരുന്ന കോപ്പർ എന്ത് ചെയ്തെന്നോ? കോപ്പർ ഈ അയൺ നെയിലിൻ്റെ മേലെ, ഇരുമ്പാണിൻ്റെ മേലെ പറ്റിപ്പിടിച്ച സമയത്താണ് കോപ്പറിൻ്റെ ബ്രൗൺ കളറാണ് ഇവിടെ ഈ ബ്രൗൺ കോട്ടിംഗ് ആയിട്ട് ഫോം ചെയ്തത്. ആൻഡ് ഈ അയൺ നെയിൽ ഉണ്ടായിരുന്ന Fe എങ്ങോട്ടേക്ക് പോയി? സൊല്യൂഷനിലേക്ക് പോയി. അപ്പോൾ ആ സൊല്യൂഷനിൽ ബ്ലൂ കളർ കൊടുത്ത Cu2+ അയോൺസ് ആയിരുന്നു. ആ അയോൺസ് എങ്ങോട്ടേക്ക് പോയി? അയൺ നെയിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണ് ആദേശരാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് മനസ്സിലായോ? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എന്ത് ചെയ്യും? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യും, അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഈ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് എപ്പോഴും ഓക്സിഡേഷൻ ആണ് കാണിക്കുക, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് എപ്പോഴും റിഡക്ഷൻ ആണ് കാണിക്കുക. അതായത് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ എപ്പോഴും ഓക്സീകരണം കാണിക്കും, അതേപോലെ ക്രിയാശീലം കുറഞ്ഞ മെറ്റൽസ് ലോഹങ്ങൾ എപ്പോഴും നിരോക്സീകരണമാണ് കാണിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. Experiments related to displacement reaction are given below. A silver rod is dipped in copper sulfate solution. A zinc rod is dipped in copper sulfate solution. In which case does displacement reaction occur? അതായത് ആദേശരാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഒരു സിൽവർ ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു, ഒരു സിങ്ക് ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. ഏതിലാണ് ആദേശരാസപ്രവർത്തനം നടക്കുക? ഏതിലായിരിക്കണം? റിയാക്ടിവിറ്റി കൂടിയ ദണ്ട് ഒരു സോൾട്ട് സൊല്യൂഷനിലേക്ക്, റിയാക്ടിവിറ്റി കുറഞ്ഞൊരു ലോഹത്തിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ലവണ ലായനിയിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമേ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, രണ്ട് ബീക്കർ. ഓക്കെ, ഒരു ബീക്കർ അല്ലേ? ഈ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണുള്ളത്. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഇതിലേക്ക് ഒരു സിങ്ക് റോഡ് മുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. ഒന്നാമത്തതിൽ ഒരു സിൽവർ റോഡും രണ്ടാമത്തതിൽ ഒരു സിങ്ക് റോഡും ഇങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതായിരുന്നില്ലേ നമ്മളോട് പറഞ്ഞത്? ഒരു സിൽവർ ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിലും ഒരു സിങ്ക് ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിലും മുക്കി വെച്ചിരിക്കും. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ അത് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിട്ടുള്ള ലോഹങ്ങളുടെ റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലം നോക്കണം. ഇവിടെ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? കോപ്പറും സിൽവറുമാണ് തന്നിട്ടുള്ളത്. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? കോപ്പറിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അതേസമയം നെക്സ്റ്റ് സെക്കൻഡ് കേസിൽ ഏതൊക്കെ മെറ്റൽസ് ആണ് തന്നിട്ടുള്ളത്? സിങ്കും കോപ്പറുമാണ് തന്നിട്ടുള്ളത്. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്കിനാണ്. അപ്പോൾ മക്കളെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഈ മുക്കി വെക്കുന്ന ദണ്ടിന്, ഓക്കെ, സപ്പോസ് ഇവിടെ മുക്കി വെച്ചു എന്നുള്ളൂ, ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നേരെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതായിരിക്കും. സിങ്കിൻ്റെ ക്രിസ്റ്റൽസോ കോപ്പറിൻ്റെ ക്രിസ്റ്റൽസോ ഒക്കെ ഇട്ട് വെച്ചതായിരിക്കും. അപ്പോൾ മുക്കി വെച്ചു എന്ന് പറഞ്ഞാലും അതിലേക്ക് ഇട്ട് വെച്ചു എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ മുക്കി വെക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും റിയാക്ടിവിറ്റി കൂടുതൽ ആയാൽ മാത്രമേ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കൂ. ഇവിടെയുള്ള ഈ മുക്കി വെച്ച റോഡിന് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ അയാൾക്ക് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം. ക്രിയാശീലം കൂടിയൊരു ദണ്ടിന് മാത്രമേ ഇങ്ങനെ മുക്കി വെച്ച സമയത്ത് ഇവിടെയുള്ള സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് റിയാക്ടിവിറ്റി കുറഞ്ഞ, ക്രിയാശീലം കുറഞ്ഞ മെറ്റലിനെ ആദേശം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ ഏത് കേസിലാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത്? ഇവിടെ നടക്കില്ല. കാരണം ഈ മുക്കി വെച്ച ഏജിക്ക് എന്താണ്? റിയാക്ടിവിറ്റി കുറവാണ്, റിയാക്ടിവിറ്റി ലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ തട്ടിമാറ്റാൻ പറ്റുമോ? ഇല്ല. സിൽവറിന് റിയാക്ടിവിറ്റി കുറവാണ്. ആൻഡ് സെക്കൻഡ് കേസിലാണെങ്കിലോ സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. സിങ്കിന് ക്രിയാശീലം കൂടിയത് കൊണ്ട് തന്നെ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും, ആദേശം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റിയാക്ഷനാണ് നടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാനും നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ്സും നാളെ നമ്മുടെ ലൈവിൽ വരുന്നുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവിലിരുന്ന് പഠിക്കാം. താങ്ക് യു.